എന്തോ ഒരു ശകുനപ്പഴമുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരു ഐശ്വര്യക്കേടും ഒരു പോസിറ്റിവിറ്റി കുറവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ രാവിലെ മീനെല്ലാം ഫിഷ് ഫുഡ് കൊടുത്തു. അതിനുശേഷം ഞാൻ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അടുക്കളയിലേക്ക് പോകാൻ ലിപ് ബാം അതും ഇതുമൊക്കെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും ഒരു വീട്ടമ്മ ലിപ് ബാം ഒന്നും ഇട്ടുകൊണ്ടായിരിക്കത്തില്ല അടുക്കളയിൽ കയറുന്നത്. ഞാൻ എൻ്റെ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലിപ് ബാം ഒക്കെ ഇട്ടുകൊണ്ട് കയറുന്നത് കേട്ടോ. ആരും അങ്ങനത്തെ ചോദ്യമൊന്നുമായിട്ട് വരരുത്. വന്നാൽ എനിക്ക് മറുപടി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോയ്ക്ക് വ്യൂസ് കൂടുന്നതെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. പിന്നീട് ഇതൊരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്, മുമ്പേ അത് പറയാം. ഇന്ന് അതായത് വെള്ളിയാഴ്ച ഞാൻ എടുത്ത വീഡിയോ ആണ്. ഞാൻ മുമ്പേ ഈ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊളിച്ച് ഇതിനകത്ത് വെച്ചിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചിരിക്കും. അതുപോലെ തന്നെ വേറെ സാധനം എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. കാര്യം എപ്പോഴും വേണ്ടുന്ന സാധനങ്ങളാണ് വീട്ടിലേക്ക് ഇതൊക്കെ. പിന്നെ തേങ്ങ അങ്ങനെയുള്ള കിടുപിടി ഐറ്റംസൊക്കെ ഞാൻ മുമ്പേ അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്ത് മാറ്റും. അത് കാരണമാണ് ഞാൻ വളരെ ആമയെ പോലെ എൻ്റെ അടുക്കളയിൽ കിടന്ന് ഇഴയുന്നത്. എന്നെ അത്രയും സമയമെടുത്ത് ഞാൻ ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്ത് തീർക്കാം. പക്ഷേ നമ്മൾ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം വേണ്ടി വരും. ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഫോക്കസ് ചെയ്തല്ലേ എടുക്കുന്നത്. അതായത് ഇന്ന ആംഗിളിൽ നിന്ന് നോക്കി ഇങ്ങനെ ഇരിക്കണം, വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ അത് പ്രേക്ഷകർക്ക് അങ്ങനെ കാണണം. അതായത് പ്രേക്ഷകർ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അങ്ങനെ കാണണം. ആ ഒരു രീതിയിൽ നമ്മൾ ആംഗിൾ മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം, അതായത് ഒരു 5:30 ആ ഒരു ടൈമിൽ ഞാൻ എണ്ണിട്ടാൽ മാത്രമേ എൻ്റെ ഈ ജോലികളെല്ലാം കൃത്യമായിട്ട് 8:30-ക്ക് തീരത്തുള്ളൂ. 8:30 തീർന്നാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണ്ണിക്കും. ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ആംഗിളിൽ നിന്നും ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടൊരു വിഷയം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറേ അധികം പാരൻസ്, അതായത് എന്നെ പേഴ്സണലി അറിയാവുന്ന പാരൻസ് എനിക്ക് വാട്സപ്പ് വഴി ഭയങ്കരമായിട്ട് പിന്തുണ വന്നു. അവരെത്രയോ പേർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻസ് 2 പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ കമൻറ്റ് എനിക്ക് സന്തോഷം തരുന്നതാണ്. കാര്യം ഞാൻ ചെയ്ത അത് മറ്റുള്ള പാരൻസിന് ഇഷ്ടപ്പെട്ടു, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ വീഡിയോയ്ക്ക് ഒരല്പം റീച്ച് വേണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത്രയും സോഷ്യൽ റെലവൻ്റ് ആയിട്ടൊരു വിഷയമാണ് ഞാൻ അതിൽ സംസാരിച്ചത്. പൊതുവേ എൻ്റെ വീഡിയോസിന് റീച്ച് ഇല്ലാത്തത് കാരണം അതും അങ്ങനെ മുങ്ങിപ്പോവുമോ എന്നെനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ആരെങ്കിലും സമീപിക്കണം, വീഡിയോയ്ക്ക് ഇച്ചിരി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ സമീപിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, കയറിപ്പോന്നെങ്കിൽ കയറിപ്പോട്ടെ. ഞാൻ ക്യാപ്ഷനും തംബ്നെയിലും ഒക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോയിലേക്ക് കയറി വന്ന അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതിയിട്ടാണ് പിന്നെ ഞാൻ വേറുള്ള യൂട്യൂബേഴ്സിനെ ഒന്നും ഞാൻ സമീപിക്കാതിരുന്നത്. ചിലപ്പോൾ സമീപിച്ച എങ്കിലും ഒരാളെങ്കിലും ചിലപ്പോൾ, എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. കാര്യം അവരവരുടെ ചാനലിൻ്റെ പുരോഗതിയെല്ലാം എല്ലാവരും നോക്കത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടൊരു വിഷയം ഞാൻ എടുത്ത് വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് എടുത്ത് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും എൻ്റെ ഒരു അത്രയും റെലവൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കടലക്കറി വെക്കാനുള്ള എല്ലാം ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കടല ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കടല എടുത്ത് എപ്പോഴും മാറ്റി വയ്ക്കുക. അത് മിക്സിയിലിട്ട് അടിച്ച് ഈ കടല വേവുന്ന കറി ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേസ്റ്റാക്കി വെക്കുമെന്ന്. പിന്നീട് കുറച്ച് കാര്യം പറയട്ടെ. കുറച്ച് പാരൻസ് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തോന്നിയെന്ന്. ഒരിക്കലും പാരൻസിനെ കുറ്റപ്പെടുത്തിയതോ ടീച്ചർമാരെ കുറ്റപ്പെടുത്തിയതോ അല്ല കേട്ടോ. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ ആരുമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനും ഒരു പാരൻ്റാണ്. എനിക്കൊരു മോനും മോളുമാണുള്ളത്. എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. രണ്ടും വളർത്തേണ്ടത് 2 രീതിയിലാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നാണെങ്കിൽ 2 വ്യക്തികളുടെ ക്യാരക്ടറും 2 രീതിയിലായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും ക്യാരക്ടർ 2 രീതിയിലാണ്. എൻ്റെ വീട്ടിലുള്ള 2 ആൾക്കാരും അങ്ങനെയാണ്. എൻ്റെ മോനും പഠിക്കുന്നതാണ്, മൊബൈൽ യൂസ് ചെയ്യത്തില്ലെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളും മൊബൈൽ യൂസ് ചെയ്യും. എൻ്റെ പ്രസൻസിലാണ് അവർ മൊബൈൽ യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. വീട്ടിൽ പോയി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ അമ്മയുടെ പ്രസൻസിലായിരിക്കും. അല്ലാത്ത പക്ഷേ ഇപ്പോൾ അമ്മയും മൊബൈൽ ഫോൺ എടുത്ത് അലമാര പൂട്ടി വയ്ക്കാറാണ് പതിവ്. ഞാനിവിടെ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ അവരുടെ കൂടെ ഇരിക്കും കേട്ടോ. എന്താ കാര്യം, എന്താണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രൈവസി ഒരുപാട് ചൂഷണം ചെയ്യുന്നതല്ല, ഫോണിൻ്റെ പ്രൈവസി ഞാൻ ചൂഷണം ചെയ്യാറുണ്ട്. ബാക്കി ഒരു പ്രൈവസിയും ഞാൻ അധികം ചൂഷണം ചെയ്യാറില്ല കേട്ടോ. അത്രയ്ക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു മദറൊന്നും അല്ല. അവർ കളിക്കാൻ പോകേണ്ട സമയത്ത് കളിക്കാൻ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യും. അവരുടെ കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാനത് കേട്ട് നിൽക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന വിശേഷങ്ങൾ ഞാനിങ്ങനെ ചൂഴ്ന്ന് എടുക്കാറുണ്ട്. ഒരു പാരൻ്റ് എന്ന നിലയിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ആയിഷയുള്ളൂ കുറച്ചൊന്ന് ഇതായിട്ട് നിൽക്കുന്നത്.
എന്ന് വെച്ചാൽ കുറച്ച് പറയാനൊരു വിമുഖത കാണിക്കുന്നത്. പക്ഷെ അവനിൽ നിന്നും ഞാൻ എല്ലാം പിടിച്ചെടുക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആൺകുട്ടികളല്ലേ, അവർ കുറച്ചൊന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ചോദിച്ച് വന്നാൽ മാത്രമേ അവർ പറയത്തുള്ളൂ. ജഗതി അത് ചോദിച്ച് പോകാമെന്ന് പറയും. ജഗതിയാണോ ആരോ ഒരു പറയുന്നത് ചോദിച്ചു പോകാമെന്ന്. അതാണ് കാരണം ചോദിച്ച് വന്നാലേ നമ്മൾ മക്കൾ പറയത്തുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പയ്യൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കോണം എത്രത്തോളം ആണ് ഫോണിൻ്റെ ഒരു യൂസ് വന്നതും അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളും. ആ ടീച്ചർ പറയുന്നുണ്ട് അവനെ എണ്ണിപ്പിച്ച് നിർത്തിയപ്പോൾ അവൻ നാണക്കേട് കൊണ്ട് തല കുനിച്ചു എന്ന്. അപ്പോൾ ആ കുട്ടിക്ക് അറിയാം അത് തെറ്റാണെന്ന് അവനറിയാം. പക്ഷെ അവൻ എവിടെയോ കണ്ട ഒരു കാര്യം കൂട്ടുകാരന് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു കൗതുകം. ആ ഒരു കാര്യം വരച്ചവൻ വേറൊരു കൂട്ടുകാരനെ കാണിക്കുമ്പോൾ അവൻ ഇനി എന്ത് പറയും, എന്തായിരിക്കും അടുത്ത ആളുടെ അഭിപ്രായം എന്നറിയാനുള്ളൊരു കൗതുകമോ എന്തോ ആയിക്കോട്ടെ. അത് പാരൻസ് ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ.